നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ തുടർച്ചയായ സന്ദർശനം കൊണ്ട് BJPക്ക് കേരളത്തിൽ ഗുണമുണ്ടാകുമോ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉയരുന്ന $1 മില്യൺ ചോദ്യം ഇതാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരിലും പത്തനംതിട്ടയിലെത്തിയ പ്രധാനമന്ത്രി പാലക്കാടും റോഡ് ഷോ നടത്തി. ഗുണകരമാക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് BJP ഇപ്പോൾ. കേരളത്തിൽ ഇത്തവണ 5 A+ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള BJP പ്രതീക്ഷ വയ്ക്കുന്ന സുപ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. തുടർച്ചയായി മാറി മാറി ജയിക്കുന്നതിൻ്റെ ആത്മവിശ്വാസം ഇടതുമുന്നണിക്കും UDFനും ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകൾ തോറും ഉയർന്നുകൊണ്ടിരിക്കുന്ന BJPയുടെ വോട്ട് ഷെയർ പാലക്കാട് ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. എല്ലാ തവണത്തെയും പോലെ ലാഘവത്തോടെയല്ല ഇത്തവണ LDFും UDFും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. സിറ്റിംഗ് MP ശ്രീകണ്ഠനെ UDFും മുൻ പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന വിജയരാഘവനെ ഇടതുപക്ഷവും ഇവിടെ പരീക്ഷിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറാണ് BJPയുടെ ആത്മവിശ്വാസം. നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് BJP വോട്ട് തേടുന്നത്. 2000 മുതൽ തുടർച്ചയായി 4 തവണ പാലക്കാട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട C കൃഷ്ണകുമാർ പാർട്ടി ജില്ലാ അധ്യക്ഷനായിരിക്കെയാണ് BJP നഗരസഭയുടെ ഭരണം പിടിച്ചത്. പാലക്കാട് നഗരസഭാ ഭരണം നിലനിർത്തുന്നതിന് പുറമെ ജില്ലയിലെ ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുഖ്യ പ്രതിപക്ഷമായി വളർന്നതും കഴിഞ്ഞ തവണ വോട്ട് ഷെയർ 2 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിക്കാനായതും പാലക്കാട് മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് തുടരുന്നതും BJPക്ക് ആത്മവിശ്വാസം ഉയർത്തിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്കുകളിൽ BJPയുടെ വോട്ട് ഷെയർ 80,000 വീതം കൂടാനുള്ള പ്രവണത കാണിക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഇത്തവണ അതിൻ്റെ ഇരട്ടി വോട്ടുകൾ കൂടി നേടാനായാൽ പാലക്കാട് നിന്നും പാർലമെൻറ്റിലേക്ക് BJPക്ക് സ്വന്തം ആളുകളെ അയക്കാനാകുമെന്ന് പ്രവർത്തകർ സ്വപ്നം കാണുന്നു. ഇതെല്ലാം ലക്ഷ്യമിട്ടാണ് പാലക്കാട് നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി ആവേശം കൊള്ളിക്കുന്നത്. സ്ഥിരമായി വോട്ടുകൾ കൂടാനുള്ള പ്രവണത കാട്ടുന്നതും BJPയുടെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തുള്ള BJPക്ക് 2 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ കൂടി നേടാനായാൽ ഒന്നാമതെത്താനാകും. ഇതിനോടൊപ്പം തന്നെ ഒരാൾ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ടുകൾ കൂടാനുള്ള ഒരു ട്രെൻഡ് പാലക്കാടിനുണ്ടെന്നതും അവർ ചൂണ്ടിക്കാട്ടുന്നു. 1999 ഉദയഭാസ്കർ മത്സരിച്ചപ്പോൾ 88,000 വോട്ടുകളായിരുന്നു കിട്ടിയത്. 5 വർഷം കഴിഞ്ഞ് അദ്ദേഹം 2004 വീണ്ടും മത്സരിച്ചപ്പോൾ അത് 1,47,792 കൂടിയിരുന്നു. 2014 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തിയപ്പോൾ വോട്ട് ഷെയർ 1,36,587 വൻ മുന്നേറ്റം നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ C കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ 81,000 വോട്ടുകളോട് വർധനവുമായി 2,11,556 വോട്ടുകൾ അദ്ദേഹം നേടി. ഇതിനിടയിൽ 2009 CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ മാത്രമായിരുന്നു BJPയുടെ വോട്ട് ഷെയറിൽ കുറവ് കണ്ടത്. പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ 7 എണ്ണത്തിൽ 5 നിൽക്കുന്നത് ഇടതുപക്ഷത്തിനൊപ്പമാണ്. മണ്ണാർക്കാടും പാലക്കാട്ടെ നഗരപ്രദേശവുമാകട്ടെ UDFിനൊപ്പവും നിൽക്കുന്നു. എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള മാറിമറിയലുകൾ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് BJP പ്രവർത്തകരുടെ പ്രതീക്ഷ. 2019 വരെ ഇവിടെ നടന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ 10 തവണയും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലം കഴിഞ്ഞ തവണ ഉൾപ്പെടെ 6 തവണ കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രവുമുണ്ട്. മുന്നണികൾക്കൊപ്പം മാറി മാറി നിൽക്കുന്ന പാലക്കാടിൻ്റെ മനസ്സാണ് BJPക്കും പ്രതീക്ഷയാകുന്നത്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ 4 ഇടങ്ങളിലെ മുന്നേറ്റമായിരുന്നു കോൺഗ്രസിനെ തുണച്ചത്. 2009 1820 വോട്ടിന് ജയിച്ച LDFിൻ്റെ MP രാജേഷ് 2014 തൻ്റെ ഭൂരിപക്ഷം 1,05,300 ഉയർത്തിയതിനാൽ UDF സാധ്യത കുറവാണെന്ന് വിലയിരുത്തിയവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ്റെ വിജയം. 11,637 വോട്ടിന് പാലക്കാട് പിടിച്ചെടുത്തിരുന്നു. ഇത്തവണ തങ്ങളുടെ വോട്ട് ഷെയറിൽ വൻ വർധനവുണ്ടായതായി കരുതുന്ന BJP ശ്രീകണ്ഠൻ ജയിച്ചതിന് സമാന രീതിയിൽ നേരിയ വ്യത്യാസത്തിനെങ്കിലും സീറ്റ് പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്.
1989 കോൺഗ്രസിന്റെ VS വിജയരാഘവനിൽ നിന്നും പാലക്കാടിനെ ഇടത്തേക്ക് പിടിച്ച A വിജയരാഘവനെയാണ് LDF ഇത്തവണ പരീക്ഷിക്കുന്നത്. 89 A വിജയരാഘവൻ 1286 വോട്ടിന് പിടിച്ചെടുത്ത പാലക്കാടിനെ 91 15,768 വോട്ടിന് VS വിജയരാഘവൻ വീണ്ടും UDFന് വേണ്ടി തിരിച്ചെടുത്തു. അന്നും എതിരാളി A വിജയരാഘവനായിരുന്നു. പിന്നീട് 96 NN കൃഷ്ണദാസിനെ ഇറക്കിയാണ് CPM പാലക്കാടിനെ ഒപ്പം കൂട്ടിയത്. അതിൽ വിള്ളൽ വീഴ്ത്താൻ UDFന് 2019 വരെ കാത്തിരിക്കേണ്ടി വന്നു. പ്രധാനമന്ത്രിയെ ഇറക്കി വമ്പൻ റോഡ് ഷോയൊക്കെ അവതരിപ്പിച്ചാണ് പാലക്കാട് BJP ഇപ്പോൾ കളം തെളിക്കുന്നത്.